ബ്യൂട്ടിഫുൾ പീപ്പിൾസ്. അപ്പോൾ നമുക്കൊരു ഉള്ളിവട ഉണ്ടാക്കി കഴിച്ചാൽ അതിനായിട്ട് 2 സവാള എടുത്ത് നല്ലോണം ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കറിവേപ്പില, ഇത് മാത്രമായിട്ട് ഇടുന്നത്, പ്രത്യേകിച്ച് വേറൊന്നും ചേർക്കില്ല. അങ്ങനെ നമ്മൾ കടലമാവ് ഇട്ട്, ഉപ്പിട്ട്, മുളക് പൊടി ഇട്ട്, ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം ഒഴിച്ച് ഭയങ്കര ലൂസ് പരുവത്തിലാക്കരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ സവാള അങ്ങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ സവാള കംപ്ലീറ്റ് ആക്കി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പില കുറച്ചെടുത്തിട്ട് അത് കീറി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇതിനി മിക്സ് ചെയ്യാം. അപ്പോൾ കൈ കൊണ്ട് നല്ലോണം ഇങ്ങനെ കുഴച്ച് അതങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റൗവിലേക്ക് ഇതേ ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഉള്ളിവട അങ്ങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ അതങ്ങനെ കിടന്ന് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും തിരിച്ചിടാം. അപ്പുറത്തെ വശം ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും തിരിച്ചിടാം. അങ്ങനെ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഫൈനലി നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മളിത് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കട്ടൻ ചായയും കൂടി ആവാം. ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇത് നല്ല ക്രിസ്പി ആട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ കടലമാവിൻ്റെ ഒരു ടേസ്റ്റ്, ഒരു കിടിലൻ ടേസ്റ്റ് തന്നെയല്ലേ. അങ്ങനെ നമ്മുടെ സവാളയുടെ ക്രിസ്പിനെസ് ആകുമ്പോൾ നല്ല കിടിലൻ ടേസ്റ്റ് തന്നെ കേട്ടോ. ഭയങ്കര ഒരു രസമാണ് ഇത് കഴിക്കാനായിട്ട്. നല്ല ക്രഞ്ചി ക്രിസ്പിയാണ്. അപ്പോൾ കട്ടൻ ചായയുടെ ഒപ്പം കിടിലൻ കോമ്പിനേഷനാണ്. അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം.